ഇൻഡസ്ട്രി ആണ് ലോക, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെയുണ്ട്? നല്ല ഇതായിരുന്നു, നല്ല എക്സൈറ്റ്മെന്റ്, നല്ല സന്തോഷം. എന്താ പറയാ, ട്വിൻ ബ്രദർ ചന്ദ്രയോട് പ്രതികാരം തീർക്കാൻ പറ്റുന്ന ലൈനൊക്കെ ആണെങ്കിൽ ഡൊമിനിക്കേറ്ററൊന്നും കേക്കണ്ട. ബ്ലോക്കിൽ നിന്ന സമയത്ത് പുറത്തുനിന്ന് ആരോ കണ്ടു. അപ്പൊ ഞാൻ തിരിച്ചു. എന്താണ് നെല്ലിക്കാമ്പുഴ നൈറ്റ് റൈഡേഴ്സ്? കഥ പറഞ്ഞെനിക്ക് 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു തുടങ്ങി. ഓക്കെ എന്നാ ചെയ്യുന്നത് എന്നുള്ളൊരിത്. കമന്റ്സ് ഒക്കെ വായിക്കുമ്പോഴത്തേക്കൊക്കെ ഹോണസ്റ്റായിട്ട് വിഷമൊക്കെ വരും. വിഷമിക്കും കുറച്ച്. ഞാൻ പെട്ടെന്ന് സമയം എടുത്തോ? എന്റെ ഭർത്താവ് നാട്ടിലെ ഒരു വലിയ പ്രമാണിയായിരുന്നു. ഭർത്താവ് അനിയന് എല്ലാം വിട്ടുകൊടുത്തു. പക്ഷെ എന്റെ മകനൊരു ഗ്രാനൈറ്റ് മലയുണ്ടായിരുന്നു. ഗ്രാനൈറ്റ് മല 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 അതാ ദോസ്ത് അഭിനയിച്ചിട്ടുണ്ടോ? റോള് തരുന്നൊക്കെ പറഞ്ഞ് എന്നെ പറ്റിച്ച് എന്നെ കൊണ്ട് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവസാനം എന്റെ റോള് പുള്ളി കട്ട് ചെയ്തു. ഉണ്ടായിരുന്നു. പിന്നെ സ്ക്രിപ്റ്റിൽ തന്നെ തൂക്കി. ഇനിയുള്ള സിനിമകളിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യണം, ഞാൻ ഉറപ്പായിട്ട് അഭിനയിച്ചിരിക്കും, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അല്ല, വേണമെങ്കിൽ അഭിനയിപ്പിച്ചിട്ട് പിന്നെ കട്ടി കളയാം. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത് ദ ബോയ്സ് ഓഫ് നെല്ലിക്കാമ്പുഴ നൈറ്റ് റൈഡേഴ്സ്. സോ ലെറ്റ് മീ വെൽക്കം മാത്യു തോമസ്, റോഷൻ ഷാനവാസ്, ശരത് സഭ ആൻഡ് സജിൻ അലി. സോ 4 പേർക്കും വെൽക്കം. കൂട്ടത്തിൽ വൈബായിട്ടുള്ളത് കുറച്ചുകൂടെ പ്രൊഡ്യൂസർ ആണെന്ന് തോന്നുന്നു. അതാണല്ലോ പ്രൊഡ്യൂസർ. എങ്ങനെയുണ്ടായിരുന്നു വർക്കിംഗ് വിത്ത് ദിസ് ബോയ്സ്? ഈ പറഞ്ഞ മാതിരി തന്നെ ഫുൾ വൈബായിരുന്നു. എന്താ പറയാ, ഒരു യങ് ക്രൗഡിന്റെ കൂടെ, ഇത്ര യങ് ക്രൗഡിന്റെ കൂടെ 4ാമത്തെ പടത്തിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെതായ എല്ലാ സുഖവും ആ ഒരു ഫ്രീഡവും സെറ്റിലുള്ള ഹാപ്പിനെസ്സും ഒബ്വിയസ്ലി അവിടെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ന്യൂ എക്സ്പീരിയൻസ്. അതെ, നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു വൈബ് പ്രൊഡ്യൂസർ? അടിപൊളിയായിരുന്നു. ഇതുപോലൊക്കെ തന്നെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം തന്ന്, സമയം തന്ന്, ഫ്രീഡം തന്ന്. അപ്പോ എന്താണ് നെല്ലിക്കാമ്പുഴ നൈറ്റ് റൈഡേഴ്സ് ഇസ് ഓൾ അബൌട്ട്? നെല്ലിക്കാമ്പുഴ നൈറ്റ് റൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ നെല്ലിക്കാമ്പുഴ എന്നൊരു ഗ്രാമം, ആ ഗ്രാമത്തിൽ നടക്കുന്ന കുറച്ച് ഇൻസിഡന്റുകൾ, അത് എങ്ങനെ നാട്ടുകാരെ ബാധിക്കുന്നു, നാട്ടുകാരത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ വീണ്ടും കുറേ ഇൻസിഡന്റുകൾ സംഭവിക്കുന്നു. അവസാനം അവരതിനൊരു റെസൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതും അതെന്താണ്, ഇത് വല്ല പ്രേതമാണോ അല്ലോ വേറെ എന്തെങ്കിലും ജീവിയാണോ, ഇത് എന്താണ് എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അവരത് ഫിഗർ ഔട്ട് ചെയ്യുന്നതും, അപ്പൊ അതിൽ കുറെ പേരുടെ ലൈഫുകൾ മാറുന്നതും ചേഞ്ചസ് ഒക്കെ വരുന്നതുമാണ് നെല്ലിക്കാമ്പുഴലിനെ പറ്റി. നെല്ലിക്കാമ്പുഴലിലെ കുറച്ച് രാത്രി കൂട്ടത്തിൽ ഫ്രീക്കനായ റോഷൻ പറയൂ, എന്താണ് ക്യാരക്ടേഴ്സ്? കോസ്റ്റ്യൂം ഒക്കെ ഭയങ്കര അധികം ട്രെയിലറിലൊക്കെ ഭയങ്കര ഫ്രീക്ക് ആയിട്ടുണ്ട്. അത് നാട്ടിൻപുറത്ത് അവിടുത്തെ ഒരു ഫ്രീക്കാണ്. അങ്ങനെ ക്യാരം ബോർഡ് കളിക്കാൻ പോലും അധികം വലിയ പണിയൊന്നും ഇല്ലാതെ കൂട്ടുകാരുടെ കൂടെ വായനശാലയുടെ മുമ്പിലൊക്കെ ഭയങ്കരമായിട്ട് ഒരുങ്ങിയൊക്കെ വന്ന് നിൽക്കുന്ന ഒരു ക്യാരക്ടർ. പിന്നെ ത്രൂ ഔട്ട് ഇപ്പൊ മാത്യുവിന്റെ ക്യാരക്ടറിൽ ഒരു ശ്യാം എന്നാണ്, സഭയുടെ ക്യാരക്ടറിൽ ഒരു രാജേഷ്. അപ്പൊ നമ്മൾ 3 പേരും കണ്ണായിട്ട് ഒരു ജേണിയില്. എന്റെ പേര് കണ്ണൻ. അപ്പൊ എല്ലാ ഇമോഷൻസും തന്നെയാണ് ക്യാരക്ടറിന്റെ. അപ്പൊ അതാണ് നാട്ടിൻപുറത്തെ ഒരു ഫ്രീക്ക്. അങ്ങനെ ഈ 2 കളറുള്ള ഷർട്ടാറിന്റെ ഐഡിയ ആയിരുന്നു മെൽവിജ്, കോസ്റ്റ്യൂം ഡിസൈനർ. ലോകയുടെ ലോക ഭ്രമയോഗ ഒക്കെ ചെയ്തു മെൽവിജ്. അപ്പൊ നമ്മള് ഒരു കോസ്റ്റ്യൂം ട്രയൽ ലുക്ക് ടെസ്റ്റ് ഒക്കെ പോലെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ അതില് അപ്പൊ ഇങ്ങനെ ഒരു നമ്മള് പ്രത്യേകിച്ച് അങ്ങനെ ഒരു കാലഘട്ടം ഒന്നും പറയുന്നില്ലെങ്കിലും അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു മൂഡ് പിടിച്ചിട്ടുണ്ടല്ലേ ഒരു ഗ്രാമം, അല്ലെങ്കിൽ നെല്ലിക്കാമ്പുഴ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഗ്രാമം. അപ്പൊ അങ്ങനത്തെ ഒരു സാധനത്തിലാണ് നമ്മൾ പ്ലേസ് ചെയ്തേക്കുന്നത്. ഫോണൊക്കെ ഒന്നും ഇല്ലാത്ത കാലം അങ്ങനെ പറയാം. പ്രത്യേകിച്ചൊരു ഇതില്ല, 90s ഒന്നും അങ്ങനെ ഒരു ഇതില്ല. അപ്പോ കോസ്റ്റ്യൂം, അപ്പൊ അങ്ങനത്തെ കുറച്ച് കോസ്റ്റ്യൂംസ് ഒക്കെ കൊണ്ടുവന്നപ്പോ ഈ പറഞ്ഞ പോലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷർട്ട് എന്നുള്ള രീതിയിൽ സാധനം വന്നു. അപ്പൊ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്നാ പിന്നെ അങ്ങനത്തെ ഒരു 2-3 പിടിക്കാം എന്നൊക്കെ ഉള്ള ഒരു കളക്റ്റീവ് തീരുമാനമായിരുന്നു. മെൽവിജാണ്. മെൽവിയുടെ എല്ലാ പടങ്ങളിലും ആ ഒരു കോസ്റ്റ്യൂം ഒരു വേൾഡുമായിട്ട് കണക്ട് ചെയ്ത് അത് യുണീക്ക് ആയിട്ട് എല്ലാവരുടെയും കോസ്റ്റ്യൂം. നേരത്തെ റോഷന്റെ ഭയങ്കര സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്ന പോലെ ഇപ്പൊ എനിക്കൊരു പാറ്റേൺ ഉണ്ട്,
സഭയ്ക്ക് ഒരു പാറ്റേൺ ഉണ്ട്. അതെ. ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിനും ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഒരു സീനിൽ വന്നു പോകുന്ന ക്യാരക്ടർ ആണെങ്കിലും ആ നെല്ലിക്കാമ്പോയിൽ നിന്നുള്ള ഫിക്ഷണൽ ആൻഡിയിട്ട് അതിനെ പ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനോട് യോജിച്ച് നിൽക്കുന്ന ഒരു കോസ്റ്റ്യൂംസ് എല്ലാവർക്കും ഉണ്ട്. വേറൊരു നൈറ്റ് റൈഡിന് ശേഷം നൈറ്റ് റൈഡേഴ്സിലേക്ക് എത്തിയപ്പോൾ എങ്ങനെയുണ്ട്? വേറൊരു നൈറ്റ് റൈഡ് നൈറ്റ് ആയിരുന്നല്ലോ. Again, ലോകാനന്തരം സഭ. ഇതിൽ എന്റെ ക്യാരക്ടറിന്റെ പേര് രാജേഷ് എന്നാണ്. നമ്മള് നാട്ടിൻപുറത്തൊക്കെ കണ്ടിട്ടുള്ള നമ്മൾക്കൊക്കെ സുപരിചിതമായിട്ടുള്ള ഒരു വ്യക്തി എന്ന പോലെ തന്നെ നാട്ടിൻപുറത്ത് എല്ലാ കാര്യങ്ങൾക്കും ഇടപെട്ട് നമ്മുടെ എൻ്റെ ഗ്യാങ്ങിലുള്ള ഒരു രണ്ടുപേരും എന്നെ ഏട്ടാന്നാണ് വിളിക്കുന്നത്. അപ്പം ചില സമയത്ത് എടാന്ന് വിളിക്കാനും അല്ലെങ്കിൽ തെറി വിളിക്കാനും സ്വാതന്ത്ര്യമുള്ള ഒരു ഗ്യാങ്ങിലെ ഒരു ഏട്ടൻ പോലത്തെ ഒരു ക്യാരക്ടറാണ്. ഇയാൾക്ക് അങ്ങനെ ഇയാളുടെ ലൈഫിൽ ഭയങ്കര പ്ലാനിങ്ങോ മറ്റു പരിപാടികളോ അങ്ങനെയൊന്നും ഇല്ല. നാട്ടിൻപുറത്ത് എല്ലാവരും പോലെ വൈകിട്ട് ഒരു 2 ഒക്കെ അടിച്ച് ഒരു ഓളത്തിൽ അങ്ങ് പോവുക, അങ്ങനത്തെ ഒരു പരിപാടി. ഒരു ഓട്ടോ ഒക്കെ ഉണ്ട്. ഒരു ഓട്ടോ തലവരയിലെ ഓട്ടോ ഉണ്ടായിരുന്നു. അത് ഇലക്ട്രിക്, ഇത് ശരിക്കും കൂടുതലും രാജേഷേട്ടന്റെ ഓട്ടോ ഓടിക്കുന്നത് സുഹൃത്തുക്കളാണ്. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടങ്ങളൊക്കെ കുറച്ച് വെറൈറ്റി ജോണറുകൾ എത്തിക്കാൻ ശ്രമിക്കാറുണ്ട്. ഹലോ മമ്മിയിൽ അങ്ങനെ ഉണ്ടായിരുന്നു, 5 കള്ളംകൊക്കാലിലും വേറെ കൈൻഡ് ഓഫ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതിൽ വരുമ്പോഴത്തേക്കും അത് തന്നെയായിരുന്നു ഫസ്റ്റ് ഐഡിയ കേട്ടപ്പോ തോന്നിയത്. അതായത് ആസ് എ പ്രൊഡക്ഷൻ ഹൗസ് നമ്മൾ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്ന് മനഃപൂർവ്വമായിട്ടുള്ളൊരു ശ്രമമുണ്ട്. അങ്ങനെയാണെങ്കിലല്ലേ ഓഡിയൻസ് അതിനെ സ്വീകരിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കഥകളിൽ നമ്മൾ വന്ന് ലാൻഡ് ചെയ്യുന്നത്. അത് വൺ ഓഫ് ദ അതർ ഡേ നമ്മളൊരു സ്ഥലത്ത് എത്തും, ലാൻഡ് ചെയ്യുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെങ്കിലല്ലേ നിങ്ങൾ ആ സിനിമ കാണുള്ളൂ. അപ്പോൾ അതിന് മനഃപൂർവ്വമായ ശ്രമമുണ്ട്. അത്തരം കഥകളാണ് കൂടുതൽ കേൾക്കുന്നത്. അതുകൊണ്ടാണ് അത്തരം സിനിമകൾ ചെയ്യുകയും ചെയ്യുന്നത്. ഈ ട്രെയിലർ കണ്ടപ്പോഴേ ഇപ്പൊ ഹൊറർ എലമെന്റ്സ് ഫീൽ ചെയ്യുന്നുണ്ട്, ആക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, കോമഡി ഉണ്ട്, റൊമാൻസ് ഉണ്ട്. ഇപ്പൊ ഫസ്റ്റ് കേട്ടപ്പോ തന്നെ എല്ലാ പോയിന്റിലേക്കും എക്സൈറ്റ്മെന്റ് എങ്ങനെയായിരുന്നു ശരിക്കും? ഞാൻ ആദ്യം കഥ കേട്ടപ്പോ ബാക്കിയെല്ലാം എക്സൈറ്റ് ചെയ്തു. ഞാൻ കുറെ ചിരിച്ചു. എനിക്കത് ഭയങ്കര എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെ ഒരു അങ്ങനെ ഇപ്പൊ എന്താ കാലഘട്ടം പടങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ടെൻഷനാ. അത് വൃത്തിക്ക് വന്നില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ അപ്പൊ ഞാനിങ്ങനെ ആദ്യം ഇങ്ങനത്തെ ഒരു പരിപാടി എന്നൊക്കെ കേട്ടപ്പോ കുറച്ച് ഓക്കെ എന്നുള്ള, പക്ഷെ കഥ പറഞ്ഞ് എനിക്ക് തോന്നുന്നു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചിരിച്ചു തുടങ്ങി. ഓക്കെ എന്നാ ചെയ്യുന്നത് എന്നുള്ളൊരു ഇത്. അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് ഇപ്പൊ നൗഫലിക്ക ഭയങ്കര റെനൗണ്ട് ആയിട്ടുള്ള ഒരു എഡിറ്റർ. അപ്പൊ വലിയ സിനിമ സുധാനി, കപ്പേള, അനുരാഗ് കരിക്കുമ്പോൾ അങ്ങനെ കുറെ വലിയ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു എഡിറ്റർ. അപ്പൊ നൗഫലിക്ക ഡയറക്ട് ചെയ്യുമ്പോൾ ആരോ വേണമെങ്കിലും നൗഫലിക്ക ആക്സസിബിൾ ആണ്, ആരോ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഒരു സിനിമ എന്നെ കാസ്റ്റ് വന്നതിൽ എനിക്ക് ഭയങ്കര അതൊരു ഭാഗ്യമായിട്ട് തോന്നി. ഈ കഥ എന്റെ അടുത്തേക്ക് വന്നത്. റോഷൻ റൈറ്റ് ആഫ്റ്റർ പൈങ്കിളി ചെയ്തോടോ? അതെ അതെ, പൈങ്കിളി കഴിഞ്ഞിട്ട് അല്ല, എനിക്ക് ശരിക്കും പൈങ്കിളി ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ കഥ കേട്ടായിരുന്നു നൗഫലൊക്കെ വിളിച്ചിട്ട്. അപ്പോ എന്നെ കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ഇപ്പൊ കഥ ആദ്യം കേട്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ടു. അതല്ലാതെ മെയിൻ ഹൈലൈറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞപ്പോ നൗഫലൊക്കെ അറിയായിരുന്നു ആസ് ആൻ എഡിറ്റർ. മുമ്പ് കുറെ തവണ കുറെ പടങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ പുള്ളി എന്തായിരിക്കും ചെയ്യുന്നതെന്ന് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെന്റും പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റും എല്ലാം കൂടെ ഭയങ്കര എന്താ പറയണ്ടേ, അത് തന്നെ. പിന്നെ എല്ലാം കഥയ്ക്കപ്പുറം നൗഫലൊക്കെ വിശ്വസിച്ചു. പിന്നെ റൈറ്റർ ജ്യോതിഷേട്ടൻ അല്ല, ഓവറോൾ ഈ കഥ എന്താ പറയാ, ഇപ്പൊ നിങ്ങൾ ഒരുപാട് ഫാക്ടേഴ്സ് ഇതിനകത്ത് പറഞ്ഞു. ഈ പറയുന്ന ഫാക്ടേഴ്സ് എല്ലാം ഒരിടത്തും പുഷ് ചെയ്യാതെ തന്നെ ആ കഥയിലുണ്ട്. അപ്പോൾ ഇപ്പൊ നമ്മൾ ചില സിനിമകളിൽ കണ്ടിട്ടുണ്ട് ഈ എലമെന്റ് വരണം, അല്ലെങ്കിൽ ഇത്ര സമയം കഴിഞ്ഞാൽ അടുത്തത് വരണം. ഈ കഥ ഇതിനൊന്നും പുഷ് ചെയ്യാതെ അങ്ങനെയാണ് ഇത് കടന്നു പോകുന്നത്. നമ്മൾ മനഃപൂർവ്വമായിട്ട് ഇത് ഓരോരോ ജോൺറേഴ്സും അല്ലെങ്കിൽ ഓരോരോ എലമെന്റ്സ് കൊണ്ടുവരാൻ വേണ്ടി അത് മനഃപൂർവ്വമായിട്ട് ശ്രമിച്ചല്ല. ഒരു കഥ പെർസീവ് ചെയ്ത് അങ്ങനെയാണ്, അത് അങ്ങനെ തന്നെയാണ് വന്നത്. അപ്പോൾ നമുക്കത് ഒരു ഹോൾസമായിട്ട് കിട്ടുമ്പോൾ അത് ആർക്കായാലും നമ്മൾ വി ആർ താങ്ക്ഫുൾ ടു ഹിം ദാറ്റ് ഹി ബോത്ത് ദി പ്രൊജക്ട് ടു അസ്. അല്ല, ഈ എന്നെ വിളിക്കുന്നത് ജ്യോതിഷാണ്. ഞങ്ങൾ പ്രണയ വിലാസത്തിൽ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പരിചയം വെച്ചിട്ട് പുള്ളി എൻ്റെ പേഴ്സണലായിട്ട് വിളിച്ചു, സംസാരിച്ചതിന് ശേഷം ഒരു സ്ക്രിപ്റ്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ഡ്രാഫ്റ്റ്. അത് വായിച്ച് ത്രില്ലായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ഇപ്പോഴും ഫസ്റ്റ് ഷോട്ട് എടുക്കുമ്പോ പേടിയുണ്ടോ? പിന്നെ എനിക്ക് ഇതില് ഫസ്റ്റ് ഷോട്ട് ഭയങ്കര ഇതില് ഞാൻ ഇങ്ങനെ മംഗലാപുരത്തുനിന്ന് മറ്റേ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വന്ന് കംപ്ലീറ്റ് ചെയ്ത്
കംപ്ലീറ്റ് ചെയ്തു. പരീക്ഷ എഴുതിയിട്ടുണ്ട്. എഴുതിയിട്ടുണ്ട്. പാസ്സാവുമെന്ന് പറഞ്ഞോളാം. അപ്പോ നാട്ടിലെത്തി ഇപ്പം വീട്ടിൽ പോയി കുളിച്ച് റെഡി ആയിട്ട് മറ്റേ കൂട്ടുകാരെ കാണാൻ വേണ്ടി വന്നേക്കാം. അപ്പൊ അതാ ബൈക്കിൽ ഇങ്ങനെ വന്ന് ഇവരും ഇങ്ങനെ അടുത്തേക്ക് ആ ഒരു സീൻ ആദ്യം എടുത്തത്. അപ്പൊ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങളെ മൂന്നുപേരും ആദ്യമായിട്ട് ചെയ്യുന്ന സീനും അത് തന്നെയാണ്. ഭയങ്കര എന്തോ ഒരു സാധനം, സഭ ചിരിച്ചു, ഞാൻ ചിരിച്ചു, ഇവൻ ചിരിച്ചു, അങ്ങനത്തെ ഒരു സീനാണ്. അപ്പൊ അതെനിക്ക് ഭയങ്കര മെമ്മറബിളാണ്. കാരണം ഭയങ്കര ആ ഒരു എനിക്ക് ആ സീനിലും ആ ഷോട്ടിൽ തന്നെ ആ ഒരു ബോണ്ട് പെട്ടെന്ന് സെറ്റായി. ശരിക്കും കൂട്ടുകാരൻ കുറെ നാൾക്ക് ശേഷം വരുമ്പോ നമ്മൾ കാണുമ്പോൾ അത് ശരിക്കും അതായിരുന്നു നമ്മുടെ എനിക്ക് സഭ ഒരു സാധനം തരും. അപ്പൊ സഭയുടെ ഒരു ചിരി കാരണം എനിക്ക് എന്റെ ഒരു സാധനം പുറത്തേക്ക് വന്നു. ആ ഒരു സാധനം വർക്കായി അവിടെ. അത് ഭയങ്കര മെമ്മറബിൾ ആയിരുന്നു. എന്താ ശരിക്കും ആ ടെൻഷനുള്ള ഫാക്ടർ എന്തായിരിക്കും? അല്ല, അത് എന്ത് പുതിയ കാര്യം ചെയ്യുമ്പോഴും നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ. എന്താ അവര് ആലോചിച്ച് വെച്ചിരിക്കുന്നത്, എന്താ നമ്മൾ ആലോചിച്ച് വെച്ചിരിക്കുന്നത്, രണ്ടുപേരും തമ്മിൽ ഒരു കൺവേ നടക്കണം. ഡയറക്ടേഴ്സും ആക്ടേഴ്സും തമ്മിലൊരു പരിപാടി കമ്മ്യൂണിക്കേഷൻ നടക്കണമല്ലോ. വെറുതെ അങ്ങോട്ട് പറയുന്നത് അല്ലാതെ പറയുന്നതിനപ്പുറം ഒരാള് എന്താണ് മനസ്സിലാക്കുന്നത് അത് കാണാനും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനുള്ളൊരു. നമ്മളും ചെയ്തിട്ടില്ലല്ലോ ഈ ഒരു ക്യാരക്ടർ. നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് റെപ്പ് എടുത്ത് 4-5 മാസം അങ്ങനെ സ്ക്രിപ്റ്റിൽ അല്ലെങ്കിൽ ആ ക്യാരക്ടറിലിരുന്ന് വർക്ക് ചെയ്തിട്ടല്ല നമ്മള് വരും. അപ്പൊ ഈ ഒരു 1-2-3 ദിവസം എടുക്കും നമുക്കും ഇതെന്താ മനസ്സിലാക്കാം. ചിലപ്പോ കുമ്പളങ്ങിയുടെ ഒക്കെ ഫസ്റ്റ് ഷോട്ട് പോകുമ്പോ ഇത്രയും ടെൻഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലേ? അതിൽ അവര് ആ ടെൻഷൻ ഉള്ള രീതിയിലുള്ള ഒരു ഷോട്ടൊക്കെ തന്നിരുന്നു. അല്ല, അത് പിന്നെയും അത്രയും സമയം ഉണ്ടായിരുന്നു. അതാ ഞാൻ ചോദിച്ചത്, എത്രയും സമയം അവിടെ ആയതുകൊണ്ട് ചിലപ്പോ നിങ്ങളാണ് ഈ ചോദ്യം ചോദിക്കേണ്ടത്, ഞാനല്ല ചോദിക്കേണ്ടത്. വീട്ടിട്ട് കയറി തന്നൊരു അല്ല, അത് വേറൊരു വെച്ചാൽ ഈ 6 മാസം അവരുടെ ഒപ്പം ഉണ്ടായെന്നുള്ളൊരു ഗുണം. കാരണം ഞാൻ നോക്കുമ്പോ എനിക്ക് അറിയാവുന്നവർ മാത്രമേ ഉള്ളൂ. എല്ലാരും പരിചയമായി. പിന്നെ അവര് മറ്റേ ആ ഒരു ദിവസം ഫുൾ എനിക്ക് വേണമെങ്കിൽ ആ ഷോട്ട് എടുക്കാൻ സമ്മതിച്ച. എല്ലാ സിനിമകൾക്കും അതൊന്നും പോസിബിൾ അല്ല. അല്ല, അത് അങ്ങനെ നടന്നൊരു സിനിമയാണ്. ഇല്ല, ഇതിലില്ല. എനിക്ക് ഡയറക്ടർ തന്നില്ല. ഞാൻ റോള് തരുന്നൊക്കെ പറഞ്ഞ് എന്നെ പറ്റിച്ച് എന്നെ കൊണ്ട് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവസാനം എന്റെ റോള് പുള്ളി കട്ട് ചെയ്തു. ഉണ്ടായിരുന്നു. പിന്നെ സ്ക്രിപ്റ്റിൽ തന്നെ തൂക്കി വരുന്നതിന് മുമ്പ് ഡേയ്സ് കുറയ്ക്കണമെന്ന് പറഞ്ഞു. ടെസ്റ്റ് ഒക്കെ ചെയ്തായിരുന്നു. ഡേയ്സ് കുറച്ച് കൂടുതലാണ്. സീനൊക്കെ ഒന്ന് പറയാം. ആദ്യം പോയത് 2 ദിവസങ്ങളാണ്. സെറ്റിലപ്പ് എല്ലാ ദിവസം പോവാ പറ്റുന്ന കാര്യമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ വൈബ് കറക്റ്റ് ആയിട്ട് മാച്ച് ഒക്കെ ആണല്ലോ കുറെ ദിവസം വർക്ക് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. അല്ലെങ്കിൽ നമ്മള് day 1 തൊട്ട് ഇങ്ങനെ അതിനകത്ത് എല്ലാരും മനുഷ്യന്മാരല്ലേ, ഏകദേശം ഒരേ വേവ് ലെങ്തിൽ പോകുന്നു. കുറച്ച് വേവ് വ്യത്യാസമുള്ള സഭയ്ക്ക് മാത്രമാണ്. സഭനെ നമ്മൾ ഇതിനകത്ത് വലിച്ചിടാറാണ് അല്ലേ സഭ? ഞാൻ പെട്ടെന്ന് കുറച്ച് സിനിമ ഞാൻ ക്ലൂ, അതായത് ഒരു സിനിമയുടെ സാരാംശം ഞാൻ പറയും. അത് പല ക്യാരക്ടറിന്റെ പെർസ്പെക്ടീവിനായിരിക്കും. ആ സിനിമ ഏതാന്ന് ഓക്കെ. ഞാനൊരു സ്പോയിൽഡ് കിഡാണ്. എന്റെ കൂടെ എപ്പോഴും കുറെ കൂട്ടുകാരുണ്ടാവും. അങ്ങനെ ഞാൻ സ്പോയിൽ ചെയ്ത് എന്റെ കയ്യിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ടു. അവസാനം എന്റെ മോൻ രക്ഷപ്പെടുത്തു. ഞാനൊരു സ്പോയിൽഡ് കിഡാണ്. ആ കിഡിനൊരു മോനുണ്ടോ? ഇപ്പൊ വലുതായി. 2 പാർട്ടൊക്കെ ഉണ്ട് ഈ പടത്തിന്. രാവണപ്രഭു എന്റെ മുതലാളി ഒരു എടുത്തുചാട്ടക്കാരനാണ്. അങ്ങനെ മുതലാളി ഒരു ദിവസം ഒരു പോലീസുകാരനായിട്ട് വഴക്കുണ്ടായി. പിന്നീട് നടന്ന ചരിത്രം. പറക്കും തളിക അല്ല, എന്റെ മുതലാളി ഒരു എടുത്തുചാട്ടക്കാരൻ. പൃഥ്വിരാജിന്റെ സിനിമയാണ്. മറ്റേ പടം അയ്യപ്പനും കോശി. അതെ, പല പെർസ്പെക്ടീവ്. എന്റെ പേര് അബു. ഞാൻ ഫ്രണ്ട്സ് ആയിട്ട് ചില്ലിങ് ആണ് പരിപാടി. പക്ഷെ എന്റെ ഫ്രണ്ടിന്റെ വീട്ടുകാർ ഒരു ദിവസം കൊച്ചി ലോക്ക് ചെയ്തു. എന്റെ ഭർത്താവ് നാട്ടിലെ ഒരു വലിയ പ്രമാണിയായിരുന്നു. ഭർത്താവ് അനിയന് എല്ലാം വിട്ടുകൊടുത്തു. പക്ഷെ എന്റെ മകനൊരു ഗ്രാനൈറ്റ് മല ഉണ്ടായിരുന്നു. ഗ്രാനൈറ്റ് മല? ഒരു രക്ഷയില്ല. മല മല ഗ്രാനൈറ്റ് മല രക്ഷയില്ല.
പടയപ്പ. മലയാളം തമിഴേക്ക് പോകണ്ടേ തമിഴിൽ പോണെന്ന് പറയണം. ഇത് ഭയങ്കര പോപ്പുലറാ. അങ്ങനെയല്ല, നമ്മൾ മലയാളം മാത്രമല്ല ആലോചിച്ചേ. ഞാനും എന്ത് ആലോചിച്ചു, ഞാൻ ഹിന്ദിയൊക്കെ എത്തി. ഞാനൊരു സ്ട്രഗ്ലിംഗ്, അരുൺ ഒരു സ്ട്രഗ്ലിംഗ് ഫിലിം മേക്കറാണ്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഞാൻ പോലീസായി. തമിഴ്നാട്ടത്. അവിടെ നടക്കുന്ന സംഭവങ്ങൾ കൊണ്ട് എന്റെ ജീവിതം മാറി. ഭയങ്കര ഹിറ്റ് പടാ. റോഷൻ പറയും. വിഷ്ണു വിശാലിന്റെ പടം രാക്ഷസൻ. ഓക്കെ. എന്റെ അച്ഛൻ ഒരു ആശുപത്രി ഉണ്ടാക്കി, പക്ഷെ അച്ഛൻ മരിക്കും. ഞാനും അനിയനും അച്ഛനെ പോലെ ഇരിക്കും. അനിയന് ജാലവിദ്യകൾ അറിയാം. ആരാണ് ഞാൻ, ആരാണ് എന്റെ അച്ഛൻ? ഒന്നും പറഞ്ഞോട് പറയാം. മനസ്സിലായി. മെർസൽ. തമിഴാണ്, അത് രക്ഷയില്ല. ഓക്കെ. ഞാനൊരു സാധാരണ വക്കീലാണ്. മലയാളം തമിഴാണോ? അല്ല, ഈ തമിഴ്. ഞാനൊരു സാധാരണ വക്കീലാണ്. സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പ്രതികരിക്കാൻ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി. ഞാനും എന്റെ ഫാമിലിയും വളരെ സന്തോഷമായാണ്. മലയാളമാണോ തമിഴാണോ? മലയാളം. വളരെ സന്തോഷമായിട്ട് ജീവിക്കും. അല്ല, വളരെ സന്തോഷമായി ജീവിച്ചിരുന്നത്. എന്നാൽ കല്യാണ തലേന്ന് എന്റെ പെങ്ങൾ എന്റെ കൂട്ടുകാരൻ്റെ കൂടെ ഒളിച്ചോടി പോയി. തൃശ്ശങ്കാണോ? അല്ല, കൊറേ ഉണ്ടല്ലോ. അതിനുശേഷം എന്റെ കൂട്ടുകാരെ ഞാൻ വീട്ടിൽ കയറ്റിയിട്ടില്ല. ജാനേമൻ അങ്ങനെയൊക്കെ തന്നെയാണ്. അതെ, ബൈക്കിന്റെ സീറ്റിന് പുറകത്തെ സീറ്റ് എടുത്ത് മാറ്റി. ഓക്കെ, ലാസ്റ്റ് മലയാള പടം കേട്ടോ. ഞാനൊരു സ്ട്രഗ്ലിംഗ് ബിസിനസ്സുകാരനാണ്. ഞാനൊരു ബിസിനസ്സിന് വേണ്ടി അന്യനാട്ടിൽ പോകുന്നു. അവിടെ ഒരു ഫാമിലി എനിക്ക് കൺവിൻസ് ചെയ്യണം. അതാണ് പാണ്ടിപ്പട. സഭ ജയിച്ചു. ഇപ്പൊ മാത്യു ശരിക്കും പറഞ്ഞ ക്രിറ്റിസിസംസ് ഒക്കെ വരുമ്പോ മാത്യു അതിന് റെസ്പോണ്ട് ചെയ്യുന്ന വിധം ഭയങ്കര ആളുകൾ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്ത സംഭവം. ശരിക്കും എങ്ങനെ എടുക്കുന്ന കമന്റ്സ് ഒക്കെ വായിക്കുമ്പോഴത്തേക്കൊക്കെ ഹോണസ്റ്റായിട്ട് വിഷമൊക്കെ വരും. ചെയ്യാൻ പറ്റില്ല, വിഷമിക്കും കുറച്ച് എന്നിട്ട് പിന്നെ സന്തോഷം വരും. ആവശ്യമുള്ളത് എടുക്കുക, അല്ലാത്തത് ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ്. ഈ സിനിമ എടുക്കുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുള്ള പ്രോസസ്സിൽ അപ്പൊ അത് ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്യും. ഇതുവരെ ഞാൻ ചെയ്തത് എന്താന്ന് വെച്ചാൽ, മോസ്റ്റ് ഓഫ് ദ ഫിലിംസ് എനിക്ക് നമുക്ക് ചിലപ്പോൾ ഇമോഷണലി ഹുക്ക് ആവുമായിരിക്കും. അല്ലെങ്കിൽ ആ ഒരു കഥ പറയുമ്പോൾ അതിന്റെ ഇമോഷണൽ സാധനം നമുക്ക് ഭയങ്കര പേഴ്സണലി ഫീൽ ചെയ്യുമ്പോൾ അയ്യോ, അല്ലെങ്കിൽ എന്തൊരവസ്ഥ ഈ ക്യാരക്ടർ, അല്ലെങ്കിൽ അങ്ങനെ വലിയ ചിലപ്പോൾ പെക്യുലർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ ചെറിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമൊക്കെ ആണെങ്കിൽ അത് ചെയ്യണം എന്നൊക്കെ ഉള്ള നമുക്ക് ആസ് എൻ ഓഡിയൻസ് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ രസമുണ്ടല്ലോ എന്നോ അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ എടുത്തോണ്ടിരുന്നത്. തിയേറ്ററിൽ ഹിറ്റ് അടിക്കും എന്നുള്ളൊരു ഉറപ്പുള്ള സിനിമകൾ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പൊ വർക്കാവാണ്ടിരിക്കുക. പക്ഷെ ഇപ്പൊ നേരെ തിരിച്ചിപ്പോ നോക്കുമ്പോ എങ്ങനെയാന്ന് വെച്ചാൽ, ഈ ആൾക്കാര് ഇത്രയും കഷ്ടപ്പെട്ട് പൈസ മുടക്കുന്നതിനുപരി അവർ സമയം ഇൻവെസ്റ്റ് ചെയ്യുവാണ്. ഒരു 2 മണിക്കൂർ പോരാ സിനിമ, 2-2.5 ഇന്റർവെല്ലും വരലും പോക്കും ഒക്കെ കൂട്ടി ഒരു 4-5 മണിക്കൂറത്തെ പരിപാടിയാണ്. അപ്പൊ അതൊന്നും മാനിക്കണം. മിനിമം എന്തെങ്കിലും ആൾക്കാർക്ക് കാണാൻ വേണം, വെറുപ്പിക്കരുത് എന്നുള്ളൊരു ഇത് ഉണ്ട്. അപ്പൊ അത് നോക്കും. അതെ, പിന്നെ ആരും ഒന്നും നന്നാവരുതെന്ന് ആരും ചെയ്യില്ലല്ലോ. പിന്നെ പൈസക്ക് വേണ്ടി മാത്രമായിട്ട് ചെയ്യേണ്ട ആവശ്യവും ഇല്ല. കാരണം ഇറ്റ്സ് എ ലോങ് കരിയർ. അപ്പൊ എല്ലാരും അതിപ്പോ ആര് തന്നെ ആയാലും, ഏതൊരു ആക്ടർ ആയാലും അതിന്റെ നല്ലത് സംഭവിക്കണം. ഇപ്പൊ പ്രൊഡ്യൂസർ ആയാലും സംവിധായകനായാലും അവർക്ക് ആ സിനിമ ചെയ്യുന്ന പ്രോസസ്സിന്റെ സമയത്ത് അത് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെയാണ്, ഒരു വെള്ളിയാഴ്ച കൊണ്ട് തീരുമാനമാവും. അത് ഭയങ്കര എല്ലാം പ്രെഡിക്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റണ എല്ലാ സിനിമയും സൂപ്പർ ഹിറ്റ് അല്ലേ? അല്ല, ശരിക്കും നൈറ്റ് റൈഡേഴ്സ് പറയുമ്പോൾ ശരിക്കും ഭയങ്കര വലിയ സിനിമ കൂടെയാണല്ലോ. വലിപ്പം വെച്ചിട്ട് നോക്കും ഭയങ്കര, അതായത് നമ്മൾ ട്രെയിലർ കാണുന്ന ഒരു ഗ്രാൻഡ്യൂർ ഉണ്ട്. ശരിക്കും അതും ഒരു ഇൻഡയറക്ട്ലി പറഞ്ഞാൽ അതും ഒരു റിസ്ക് ഫാക്ടർ തന്നെയല്ലേ?
അതാ ഞാൻ പറഞ്ഞത്. ഈ അതായത് മേ ബി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയ സിനിമയായിട്ട് തുടങ്ങും, പിന്നെ ആ സിനിമയുടെ കോണ്ടന്റ് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ആസ് എ പ്രൊഡ്യൂസർ അത് നമ്മൾ കൊടുക്കാൻ നമുക്ക് കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ആദ്യം കർമ്മം ചെയ്യുക, ബാക്കി അതിന്റെ പുറകെ വരും എന്ന് വിശ്വസിക്കുക. അതല്ലാതെ കാരണം ഇപ്പോൾ നമ്മൾ നിങ്ങളെ എന്റർടൈൻ ചെയ്യുകയാണെങ്കിൽ അത് തിരിച്ചു കിട്ടും തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പൊ ലോക ഇപ്പോൾ ദുൽഖർ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുമ്പോൾ അദ്ദേഹം ഇത് എത്രത്തോളം എത്തുന്നത് ചിന്തിച്ചിട്ടല്ലല്ലോ ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് ഓക്കെ, he has a vision wherein he would love to entertain the audience and to bring something new എന്നുള്ളതായിരിക്കും ചിന്തിക്കുന്നത്. നമ്മളും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. ബാക്കിയൊക്കെ അത് ആ ഒരു സിനിമയ്ക്ക് ഒരു മാജിക് ഉണ്ട്, ആ സിനിമയ്ക്ക് ഒരു തലവരയുണ്ട്, ആ തലവര പോലെ സംഭവിക്കും. ശരിക്കും അഭിനയിക്കാനാണ് ആദ്യം? അഭിനയാണ് പരിപാടി, പക്ഷെ ആരും തരാറില്ലെന്നേ. പക്ഷെ 1900 ഉണ്ട്, അത് കഴിഞ്ഞിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോ ഞാൻ ചിദംബരത്തിന്റെ പടത്തിൽ ബാലനിലൊരു സീൻ ചെയ്തിട്ട് വന്നു. ഇനിയുള്ള സിനിമകളിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അഭിനയിച്ചിരിക്കും, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യണില്ല. അല്ല, വേണമെങ്കിൽ അഭിനയിപ്പിച്ചിട്ട് പിന്നെ നൗഫലെടുത്ത ഐഡിയ ആരും ഉപയോഗിക്കാതിരിക്കട്ടെ. ഒരു സീനുണ്ട് പടത്തില്, ക്രൂഷ്യലാണ്. നിങ്ങളില്ലെങ്കിൽ പടം ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ദിവസം കുറയ്ക്കാൻ ആവശ്യമില്ല. അതെ, ബഡ്ജറ്റ് കൂടുന്നു. ബാക്കിയുള്ളവരൊന്നും ബഡ്ജറ്റ് ഇല്ല. ഇപ്പൊ ഇൻഡസ്ട്രി ആണ് ലോക, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെയുണ്ട്? നല്ല ഇതായിരുന്നു, നല്ല എക്സൈറ്റ്മെന്റ്, നല്ല സന്തോഷം. അല്ല, പാർട്ട് 2 ഉണ്ടാവും ഈ പറഞ്ഞ പോലെ. അതല്ല, ട്വിൻ ബ്രദർ ചന്ദ്രയോട് പ്രതികാരം തീർക്കാൻ പറ്റുന്ന ലൈനൊക്കെ ആണെങ്കിൽ ഇത് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അല്ല, ഇപ്പൊ പുതിയ ഓഗസ്റ്റ് മാസം നല്ല 2 പെർഫോമൻസുകൾ ഉണ്ടായിരുന്നു. തലവരയിലും ഭയങ്കര ഇമ്പാക്ട് ഉള്ള വേഷമായിരുന്നു. എല്ലാരും ഭയങ്കരമായിട്ട്, എനിക്ക് പേഴ്സണലി തലവരയിലത്തെ പരിപാടി ഭയങ്കര വർക്കായി, ഭയങ്കര ടച്ചിങ് ആയിരുന്നു. മറ്റേത് ഒരു ലൗഡ് പെർഫോമൻസ് ആയിരുന്നു. മേ ബി നിങ്ങൾ ചെയ്തിട്ടുള്ള പരിപാടികളും, പക്ഷെ മറ്റേത് മീറ്റർ ഒക്കെ താത്തി ആ മരിച്ചു പോയപ്പോ പണ്ടാറം പരിപാടി പാളി. അപ്പുറത്ത് നെഞ്ചൊക്കെ ഇങ്ങനെ താഴെപ്പോയി. അതെ, നല്ലൊരു മാസമായിരുന്നു. ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് അനങ്ങിയ മാസമായിരുന്നു. കുറച്ച് ഫോളോവേഴ്സും അത് ഞാൻ നോക്കില്ല, ആരൊക്കെ ഫോളോവേഴ്സ് നോക്കില്ല. മെസ്സേജുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടിയിട്ടില്ല. തലവര വന്നപ്പോ തന്നെ അനങ്ങി തുടങ്ങി അല്ലേ? നമ്മൾ കോളേജിൽ പോകുമ്പോ ഭയങ്കര സഭയ്ക്ക് കിട്ടുന്ന ഭയങ്കര രസമാണ്. സഭ ഭയങ്കര ഓണമാവും. ഇന്ന് വരുന്ന സമയത്ത്, ബ്ലോക്കിൽ നിന്ന സമയത്ത് പുറത്തുനിന്ന് ആരോ കണ്ട് അപ്പൊ ഞാൻ തിരിച്ച്. പക്ഷെ അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമുള്ള പരിപാടിയല്ലേ, ഈ ആൾക്കാര് തിരിച്ചറിയാ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒക്ടോബർ 10 നെല്ലിയാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ്. ആരെ പേരിട്ട് മോളിലുള്ള സാധനമാണല്ലോ പ്രശ്നം. നെല്ലിക്കാമ്പൊയിലാണ് ആ ഗ്രാമത്തിന്റെ പേര്. അപ്പൊ അതുകൊണ്ട് ആ ഗ്രാമം ഈ കഥയ്ക്ക് അത്രയും NNK എന്ന് വിളിക്കാം. അപ്പൊ നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ് ഒക്ടോബർ 10 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അപ്പോ എല്ലാവിധ ആശംസകളും നേരുന്നു. തിയേറ്ററിൽ വലിയൊരു വിജയമാട്ടെ. കാരണം ഈ ഒരു ജോണറിന് ഭയങ്കര അധികം ഇന്ത്യയിൽ മൊത്തം സ്വീകാര്യതയുള്ള ഒരു കൈൻഡ് ഓഫ് ജോണറാണ്, കൈൻഡ് ഓഫ് സിനിമയാണ്. അപ്പോ ആ ചരിത്രം വീണ്ടും ആവർത്തിക്കട്ടെ. താങ്ക് യു ഫോർ ദ ടൈമിംഗ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.